ഇവിടെ ഇന്നലെയും ഇന്നുമായി നടന്നു വരുന്ന സുവിശേഷ മഹായോഗത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ശാന്തിയില്ലാതെ, സമാധാനമില്ലാതെ, ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി എവിടെ അല്പം ശാന്തി ലഭിക്കും, എവിടെ അല്പം സമാധാനം ലഭിക്കുമെന്ന് തേടി ലോകമനുഷ്യർ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി സമയങ്ങൾ ചിലവഴിക്കുകയും ജീവിത കാലം മുഴുവനും ഉണ്ടാക്കി വെച്ച സമ്പത്ത് മുഴുവനും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി അനേക പ്രിയപ്പെട്ടവർ ചിലവഴിച്ച കയ്യിലെല്ലാം നഷ്ടപ്പെട്ടിട്ടും ശാന്തിയും സമാധാനവും കണ്ടെത്താൻ കഴിയാതെ ഭാരപ്പെടുന്ന ഒരു തലമുറയുടെ നടുവിൽ ശാന്തിയുടെ സന്ദേശം ഈ പ്രദേശത്ത് ഇത്തരത്തിൽ വിളിച്ചറിയിക്കപ്പെടുവാൻ തക്കവണ്ണം കട്ടാനിലുള്ള ചർച്ച് ഓഫ് ഗോഡ് സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കഥാമരദാസൻ സന്തോഷ് നാരായണൻ സഭയും ഇങ്ങനെ ഒരു ക്രമീകരണം വരുത്തുവാൻ കാണിച്ച നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒപ്പം തന്നോട് ചേർന്ന് കർത്തൃവേലയിലായിരിക്കുന്ന കർത്താവിനദാസന്മാർ, ഈ ദേശത്ത് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾ, ഓർത്തവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ ശക്തമായി ദൈവവചനം ശുശ്രൂഷിച്ച ദൈവദാസനെ ഓർക്കുന്നു. തുടർന്ന് ശ്രേഷ്ഠമേറിയ ദൈവത്തിൻ്റെ വചനം ഇവിടെ അറിയിക്കുന്ന കർത്തൃദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങൾ നമ്മെ ഈ ദേശത്തെ ഒക്കെ കേൾപ്പിച്ച ഗാനശുശ്രൂഷകർ, പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഈ പട്ടണത്തോട്, ഈ ദേശത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം അനാദി കാലങ്ങൾക്ക് മുമ്പ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ സ്നേഹിക്കണമെന്ന് ദൈവം അനാദിയായി തീരുമാനിച്ചതിൻ്റെ യാഥാർത്ഥ്യമാണ് ഇന്നലെയും ഇന്നിവിടെ വെളിപ്പെട്ടു വന്നത്. ആ ദൈവസ്നേഹം ഇവിടെ വിളിച്ചറിയിക്കുമ്പോൾ ഭാഗവാക്കുകളാകുവാൻ, സാക്ഷികളാകുവാൻ നമുക്കും ദൈവം അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദേശത്തുള്ള വ്യാപാരികൾ, ടാക്സി ഡ്രൈവേഴ്സ്, മറ്റു നിലകളിൽ ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കുന്നു, ഇന്നലെയും ഇന്നുമായി നടന്ന ഈ സുവിശേഷ ഗാനസന്ധ്യ നിങ്ങളോടുള്ള ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമാണ്. ഇവിടെ ആയിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ക്രമീകരണങ്ങൾക്ക്, ഈ ശുശ്രൂഷകൾക്ക് എല്ലാവിധമായ ആശംസകളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് മണാശ്ശേരി ദൈവസഭയുടെയും ഞങ്ങളുടെയും ആശംസകൾ ഈ സമയത്ത് അറിയിക്കുന്ന ദൈവം ധാരാളമായി അനുഗ്രഹിക്കും.